അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള +1 ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റിൽ ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് നാച്ചുറൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് x² - 25 = 0. ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് x² = 25, x = ±√/25. ഇത് നമ്മൾ എന്ത് ചെയ്തു? ±5 എന്ന് എഴുതി. ഇതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് x² + 25 = 0. അപ്പോൾ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തായിട്ടാ? x² = -25, x = ±√/-25. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ പറയും √(നെഗറ്റീവ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ ഡിഫൈൻഡ് അല്ല എന്ന് നിങ്ങൾ എന്നോട് പറയും. ഡിഫൈൻഡ് അല്ല. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചത്. അതായത് ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ സൊല്യൂഷൻ ഇല്ല എന്ന 10ാം ക്ലാസ്സിലൊക്കെ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇതിന് നമ്മളെങ്ങനെ ഈ മാത്തമാറ്റീഷ്യൻസ് ഇതിനെ ഈ ഒരു കേസ് അഡ്രസ് ചെയ്തുകൊണ്ടാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ x = ±√(-25) എങ്ങനെ നമുക്ക് എഴുതാം? -1 × 25 എഴുതിക്കൂടെ? ചേഞ്ച് ഒന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ റൂട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ √(-1 × √/25). ഇത് നമ്മളൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √(-1 × 25) നമുക്ക് എന്ത് എഴുതാം? √(25) 5 എന്ന് എഴുതാം. ഈ മാത്തമാറ്റീഷ്യൻസ് എന്ത് ചെയ്തു? ഈ √(-1) അയോട്ട അല്ലെങ്കിൽ i എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്താം? +or - i × 5 അല്ലെങ്കിൽ +or - 5i എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ iനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയോട്ട അല്ലെങ്കിൽ √(-1) നമ്മൾ i എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് √(-1) നമ്മൾ i ആയിട്ട് ഡിഫൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഏത് നെഗറ്റീവ് നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? √(-1) × ദാറ്റ് നെഗറ്റീവ് നമ്പർ, അങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ √(-1) i ആയിട്ട് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഫോം എങ്ങനെയാണെന്ന് വെച്ചാൽ, എ നമ്പർ z in the form of z = a + ib where a, b are real numbers. അങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്തത്. എയും ബിയും എന്താ? റിയൽ നമ്പേഴ്സ് ആണ്. അതേപോലെ ഈ a + ib എനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റിയൽ പാർട്ട് ഓഫ് z. ഇതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? RE(z) എന്ന് പറയും. അതേപോലെ ഈ അയോട്ടയുടെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഐയുടെ കോഎഫിഷ്യന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമാജിനറി പാർട്ട്. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? Im(z) എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന്റെ കുറച്ച് ഡിഫറെന്റ് കേസസ് നോക്കാം. z = 3 + 4. ഇതിന്റെ റിയൽ പാർട്ട് എന്താ? എനിക്ക് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ട്രൈ ചെയ്തോ. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് z എന്താ? ഇവിടെ 3 ആണ് അല്ലേ? ഇത് നമ്മൾ a + ib ആയിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? a = 3 എന്ന് എഴുതാം, b = 4 എന്ന് എഴുതാം. അതേപോലെ നമുക്കിവിടെ കിട്ടും റിയൽ പാർട്ട് ഓഫ് z 3 ആണ്. അതേപോലെ ഇമാജിനറി പാർട്ട് ഓഫ് z എന്താ? 4 ആണ്. ഓക്കെ, അതായത് ഇമാജിനറി പാർട്ട് എന്താ? ഐയുടെ കൂടെയുള്ള നമ്പർ അല്ലെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറൊന്നും കൂടെ നോക്കാം. z = 1 - 3i. ഇതിന്റെ റിയൽ പാർട്ട് എന്താ? റിയൽ പാർട്ട് ഓഫ് z = 1. ഇമാജിനറി പാർട്ട് ഓഫ് z = ഐയുടെ കോഎഫിഷ്യന്റ് എന്താ? ഇവിടെ -3. ഓക്കെ, ട്വിസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. z = -2i + 4. ഇതിന്റെ ഇമാജിനറി പാർട്ട് എന്താ? ഇമാജിനറി പാർട്ട് ഓഫ് z എന്താണ്? -2 ആണ്. റിയൽ പാർട്ട് ഓഫ് z എന്താ? 4 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അതായത് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആണ് റിയൽ നമ്പേഴ്സ്. ദാറ്റ് ഈസ് r is a subset of c എന്ന് നമ്മൾ പറയും. r is a subset of c. ഓക്കെ,